ഞങ്ങൾ പാഞ്ചാലിമേട്ടിൽ നിന്നിറങ്ങി നേരെ രാമക്കൽമേട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് കുട്ടിക്കാനത്തെത്തി. കുട്ടിക്കാനത്തു നിന്ന് ഏലപ്പാറ, കട്ടപ്പന, പുളിയമ്മല, തൂക്കുപാലം വഴി രാമക്കൽമേട് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ അങ്ങോട്ടേക്കായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരിടത്ത് നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ രാമക്കൽമേട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഏറ്റവും കൂടുതൽ കാറ്റാടി, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി ഉള്ളത് കേരളത്തിൽ രാമക്കൽമേട്ടിലാണ്. അതിശക്തമായ കാറ്റാണ് അവിടെ. നമുക്ക് തൊപ്പിയൊന്നും വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ഭംഗിയാണ്. രാമക്കല്ലിൻ്റെ നേരെ തൊട്ട് മുൻവശത്തായിട്ടുള്ള മലയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ രാമക്കല്ലിന് പോകുന്നതും ആമപ്പാറയ്ക്ക് പോകുന്നതും കാറ്റാടി പാടത്തേക്ക് നമ്മൾ പോകുന്നതും ഒക്കെ ഇവിടെ നിന്നാണ്. ഇപ്പോൾ നമ്മൾ കുറവൻകുറത്തി മലയിലേക്ക് കയറി. ഇതിൻ്റെ ഇടതുവശത്തായിട്ട് കുട്ടികളുടെ പാർക്കുണ്ട്. ഇവിടെ എത്തണം നമ്മൾ ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ. കാരണം 60, 70, 80, 90 വയസ്സുള്ള മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഇവിടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും സന്തോഷത്തിലാണ്. അതിഭയങ്കരമായ രീതിയിലുള്ള കാറ്റാണ് ഇവിടെ. അതാണല്ലോ ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നമ്മുടെ ഈ കാണുന്നതാണ് കമ്പം ടൗണ്. കമ്പം ടൗണും തേനി ടൗണും നമുക്കിവിടെ നിന്നാൽ ഭംഗിയായിട്ട് കാണാം. കോടയില്ലെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് 2 ടൗണുകളും കാണാം. ഇവിടെ കുറത്തി പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും വളരെ തിരക്കാം. ഇത് നമ്മുടെ ഒരു മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട്. ഇതിനകത്തുകൂടി നമുക്ക് മേളിൽ കയറിയ ഒരു വാച്ച് ടവർ കൂടിയാണിത്. അവിടെ എന്നാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഭംഗി വളരെ ദൂരെ വരെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും അത് കണ്ട് ആസ്വദിക്കുകയാണ്. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും അതിനകത്ത് കയറിയിരുന്നു. സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒരുപോലെ രാമക്കൽമേട് ആസ്വദിക്കുകയാണ്. കണ്ടല്ലേ, ഇവിടെ നമുക്ക് നിൽക്കുന്നതിനായിട്ട് വളരെ പ്രയാസമാണ്. അത്ര ശക്തമായ കാറ്റാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് പ്രതിമയുടെ മുന്നിൽ. ഇതാണ് യഥാർത്ഥ രാമക്കല്ല്. ഈ രാമക്കല്ലിലെ അടിക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നടന്നു മാത്രമേ നമുക്ക് പോകാൻ സാധിക്കൂ. താഴെ ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ നടന്നെങ്കിൽ മാത്രമേ ആ രാമക്കല്ലിൻ്റെ അടുത്തെത്താൻ പറ്റൂ. അഗാധമായ കൊക്കയുള്ള സ്ഥലമാണത്. നല്ല പഴുത്ത പൈനാപ്പിളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു ചേച്ചി അപ്പം സിന്ധുവിൻ്റെ കയ്യിലിരുന്ന ചിന്നനെ കണ്ടപ്പോൾ അതൊന്ന് കാണിക്കാൻ പറഞ്ഞങ്ങനെ അവനെ കാണിക്കുകയായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ അണ്ണാൻകുഞ്ഞുണ്ടായിരുന്നു. അത്രേ മുളക് പൊടി ഇല്ലാത്ത കൊടുക്ക്, മുളക് പൊടി ഇല്ലാത്ത കൊടുക്ക്. പ്രാവുകൾക്കൊന്നും ഇവിടെ ഉയർന്ന് പറക്കാൻ സാധിക്കത്തില്ല. അവർ കുറച്ച് പറന്നു കഴിഞ്ഞാൽ താഴെ വീഴും. കാരണം കാറ്റ് അത്രമാത്രം ശക്തമായതുകൊണ്ട് അവർക്ക് ഉയർന്ന് പറക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ അവരിതാണ്ട് ആമപ്പാറയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ പാറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആമ ഇരിക്കുന്ന അതേ ഷേപ്പാണ് ഈ പാറയുടെ പ്രത്യേകത. അപ്പോൾ ഇതിനിടയിലൂടെ കോടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പ് പാറ വിണ്ട് കീറിയ ഒരു ക്യാപ്പിലൂടെയാണ് നമ്മൾ ഈ പാറയുടെ അപ്പുറത്തേക്ക് പോകേണ്ടത്. പോയിട്ട് അതിനടിയിലൂടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലൂടെ നമ്മൾ ഇപ്പുറത്തിറങ്ങും. അപ്പോൾ ആ ഇപ്പുറത്തിറങ്ങുന്ന ഭാഗമെന്ന് പറഞ്ഞാൽ നല്ല ഒരു മനധൈര്യമുള്ളവർക്ക് മാത്രമേ അതിൻ്റെ കീഴിൽ കൂടി ഇപ്പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പോയ സമയത്ത് അവരെല്ലാവരും ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇതുവഴി പോയതേ ഉള്ളൂ. സിന്ധു ഒന്നും മറ്റേ കേവിനകത്തൂടെ കയറി വന്നില്ല. അവർക്ക് അപ്പം മറ്റു കൂടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഒരു ചെറിയ പേടി തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ അതിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. ഈ കാണുന്ന 2 പാറകൾ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് വിണ്ട് കീറി അടർന്നു മാറിയ പാറയാണ്. ഇതിൻ്റെ ഈ ക്യാപ്പിനുള്ളിൽ കൂടെയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടത്. അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെ അതിനകത്തുള്ള യാത്ര. ഭയങ്കര വെച്ചാൽ അല്പം വണ്ണം കൂടുതലുള്ളവർക്ക് അതുവഴി പോകാൻ സാധിക്കത്തില്ല. ഈ ക്യാപ്പിലൂടെയാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഈ ഗുഹയുടെ അടിയിൽ കൂടെ വരുന്നത്. അത് ഒരുപാട് വണ്ണമുള്ളവർക്ക് ഇതിൻ്റെ കീഴിൽ കൂടെ ഒന്നും വരാൻ സാധിക്കത്തില്ല. കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പം കുട്ടികളും അല്പം മനധൈര്യമുള്ളവരൊക്കെ അതിലേക്കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഈ പാറ നമ്മൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആമ ഇരിക്കുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ആമപ്പാറ എന്ന് തന്നെ വിളിക്കുന്നത്.
അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടൂറിസം മേഖലയാണ് ഇപ്പോൾ ആമപ്പാറ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നല്ല റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വന്ന് താമസിക്കേണ്ടവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടുന്ന് ട്രെക്കിങ്ങിന് പോകാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്. സൂ പാർക്കൊക്കെ അറിയാം. പക്ഷേ നമുക്കവിടെ താമസിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാത്രം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിക്കുമായിരുന്നു. കണ്ടില്ലേ, ഇതിനൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ? അല്പം വണ്ണമുള്ളവർക്കും ഒന്ന് കുനിഞ്ഞിറങ്ങാൻ പറ്റാത്തവർക്കും ഒക്കെ ഇതിനകത്തൂടെ വരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. എങ്കിലും അതെല്ലാം അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാർ പിള്ളേരല്ലേ, കുട്ടികളല്ലേ, അവർക്ക് ഇതൊക്കെ വരില്ലേ ഒരു രസം. അവരുടെയൊക്കെ പുറകെ ഓരോരുത്തർ അങ്ങനെ വരുന്നുണ്ട്. ഇവരൊക്കെ അതിൻ്റെ കീഴിലൂടെ വരാൻ വേണ്ടി, ഗുഹയിലൂടെ വരാൻ വേണ്ടി പോകുന്നവരാണ്. ഈ പാറ ഇങ്ങനെ ചെങ്കുത്തായിട്ട് മേപ്പോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ അവിടെയുള്ള ഒരു വാച്ച് ടവറുണ്ട്. പക്ഷേ വാച്ച് ടവർ എന്ന് വെച്ചാൽ അതിശക്തമായ രീതിയിൽ അവിടെ ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും കാറ്റടിച്ച ടവറും അതിൽ നിൽക്കുന്നവരെല്ലാം കൂടെ ആടുന്നുണ്ട്. അപ്പോൾ അതിന് വേളി നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഭയം അതുകൊണ്ട് അനുഭവപ്പെടും. അത്ര ശക്തമായ കാറ്റാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ആ ടവറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്. ഇവിടെ കമ്പവും തേനിയും കുറത്തി മലയും അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളും മൊത്തം നമുക്കവിടെ നോക്കിയാൽ കാണാം. ഞങ്ങളിപ്പം രാമക്കല്ല് കാണാൻ വേണ്ടി താപ്പോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമ്മുടെ KSRTCയുടെ വിനോദയാത്രയിലേക്ക് വന്ന ഒരു ബസ്സിലെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം അവരോടൊപ്പം തന്നെ ഞങ്ങളും അവിടെ നിന്നിരുന്നത്. അവിടെ നിൽക്കുന്ന കുറച്ച് കഷ്ടം പിടിച്ച കാര്യമാണ്. കാരണം അത്ര കാറ്റാണ്. പരസ്പരം നമ്മൾ പിടിക്കാതെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. വളരെ സൂക്ഷിച്ച് നിൽക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഈ കാണുന്നതെല്ലാം ടൂറിസ്റ്റ് ബസ്സിൽ വന്നവരാണ്. നമ്മൾ KSRTCയുടെ വിനോദയാത്രയിൽ വന്നവരാണ് ഇവരെല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ അവിടെ വിശദീകരിച്ച് കൊടുക്കുകയാണ് ആ സ്ഥലത്തെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ കണ്ട ഞാൻ കാണിക്കാം. അതാണ് ഒറിജിനൽ രാമക്കല്ലെന്ന് പറയുന്ന ഈ കാണുന്നതാണ്. ഇത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അത് എടുക്കാൻ സാധിച്ചില്ല. കാരണം കാറ്റും അത് ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ചെറുപ്പക്കാർ കയറി ഇപ്പോൾ നമ്മുടെ ബാക്കി കാണുന്ന പാറ കണ്ടില്ലേ, അതാണ് ഒറിജിനൽ രാമക്കല്ല്. അതിൻ്റെ മുന്നിൽ നിന്നുള്ള ആ കാണുന്ന കൊക്കയെന്ന് പറയുന്ന ആയിരക്കണക്കിനടി താഴ്ചയുള്ള അഗാധമായ കൊക്കയാണ്. അവിടെ നമ്മൾ വീണാൽ നമ്മൾ തമിഴ്നാട്ടിലെ എത്തത്തുള്ളൂ. അത്ര ഭയങ്കര കൊക്കയാണ് ആ കാണുന്നത്. ആ രാമക്കല്ല് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം. അതേ കണ്ടോ, അതിൻ്റെ മുകളിൽ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ കയറി നിൽക്കുന്ന കണ്ടില്ലേ, അവർക്കത് രസമാണ്. അവിടെ പരസ്പരം നമുക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കാതെ അതിന് മേളിൽ നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം കാറ്റാണ്. പണ്ടൊരിക്കൽ ഞാൻ അവിടെ പോയിരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.